നമസ്കാരം. 1202 ചിങ്ങം 1 മുതൽ 1202 കർക്കിടകം 31 വരെ, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ ഒരു വർഷക്കാലം ഗ്രഹങ്ങളുടെ രാശിമാറ്റം വഴി മൂലനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ മുഴുവനായും കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ദോഷഫലങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. വർഷാരംഭത്തിൽ ശനി മീനൻ രാശിയിലും ഗുരു കർക്കിടകത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആണ്. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 1202 എന്തൊക്കെ ഗുണദോഷ ഫലങ്ങൾക്കാണ് സാധ്യത എന്നാണ് ഇവിടെ പറയുന്നത്. ഇവർക്ക് വർഷാരംഭത്തിൽ ശനി 4-ാം ഭാവത്തിലും 2027 ജൂൺ 3-ന് ശനി 5-ാം ഭാവത്തിലേക്കും മാറുകയാണ്. ഗുരു 8-ാം ഭാവത്തിലും 2026 ഒക്ടോബർ 31-ന് 9-ാം ഭാവത്തിലേക്കും 2027 ജനുവരി 25-ന് വീണ്ടും 8-ാം ഭാവത്തിലേക്കും 2027 ജൂൺ 26-ന് വീണ്ടും 9-ാം ഭാവത്തിലേക്കും രാശിമാറ്റം വരികയാണ്. കേതു 3-ാം ഭാവത്തിലും 2026 ഡിസംബർ 5-ന് 2-ാം ഭാവത്തിലേക്ക് മാറുകയും അതേപോലെ തന്നെ രാഹു 9-ാം ഭാവത്തിൽ നിന്നും 2026 ഡിസംബർ 5-ാം തീയതി 8-ാം ഭാവത്തിലേക്കും രാശി മാറുകയാണ്. ശനി കണ്ടകസ്ഥാനത്തും വ്യാഴം അഷ്ടമത്തിലും ആയതുകൊണ്ട് തന്നെ ഈ വർഷം ഒരു സമ്മിശ്രമായ ഫലമാണ്. രാശിനാഥനായ വ്യാഴം 8-ാം ഭാവത്തിൽ അത്ര ഗുണകരമല്ല. എന്നിരുന്നാലും വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ ആയതുകൊണ്ട് തന്നെ ദോഷഫലങ്ങൾ അത്ര ഉണ്ടാവുകയില്ല. മാത്രമല്ല, 4-ാം ഭാവത്തിലുള്ള ശനി കണ്ടകശനി കാലമായതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഈ സമയത്ത് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയിൽ ഉള്ളതുകൊണ്ട് തന്നെ ദോഷഫലങ്ങൾ അധികം ഉണ്ടാകുവാൻ സാധ്യതയില്ല. മാത്രമല്ല, 2027 ജൂൺ 3-ന് ശേഷം ശനി 5-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ അതുവരെ ഉണ്ടായിരുന്ന വിഷമങ്ങൾക്കൊക്കെ ഒരു അറുതി വരുന്നതാണ്. വർഷാരംഭത്തിൽ ശനിയിൽ നിന്നും ഗുരുവിൽ നിന്നും കേതുവിൽ നിന്നും അത്ര ശുഭഫലങ്ങളല്ല പ്രതീക്ഷിക്കാവുന്നത്. എന്നിരുന്നാലും ഒക്ടോബർ 31-ന് ശേഷം ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുന്നതാണ്. 2-ാം ഭാവമായ മകരത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് തന്നെ സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാവുന്ന സമയമാണ്. കൂടാതെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനാഗമനം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. കിട്ടില്ലെന്ന് വിചാരിച്ച പണം തിരിച്ചു കിട്ടുന്നതായിരിക്കും. ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനും ജോലിയിൽ നിന്നും പ്രൊമോഷൻ ഉണ്ടാകുവാനും അതുവഴി വരുമാനം വർദ്ധിപ്പിക്കുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ്. ഏതെങ്കിലും രീതിയിൽ ദമ്പതിമാർ തമ്മിൽ പിണക്കമുണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതാണ്. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. തൊഴിലിൽ നേട്ടമുണ്ടാവുന്നതാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ ലാഭമുണ്ടാവുന്നതാണ്. ബിസിനസ്സിൽ പുതിയ പങ്കാളിയെ കണ്ടെത്തുവാനും അതുവഴി നേട്ടമുണ്ടാകുവാനും സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ ഉദരരോഗങ്ങൾ പോലെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ പിടിപെടുവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ തക്കതായി ചികിത്സ ചെയ്യേണ്ടതുണ്ട്. കണ്ടകശനി നടക്കുന്ന കാലമായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിസ്സാരമായി തള്ളിക്കളയരുത്. തക്ക ചികിത്സ ചെയ്യേണ്ടത് ആവശ്യമാണ്. ബന്ധുക്കളോ കുടുംബക്കാരോ മറ്റുള്ളവരോ ആയി വഴക്കുണ്ടാകാതെ നോക്കേണ്ടതുണ്ട്. കേസ് ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഈ സമയത്ത് അതീവ ശ്രദ്ധ ഉണ്ടാവേണ്ടതാണ്. 2027 ജനുവരി 25 മുതൽ 2027 ജൂൺ 26 വരെ
അത്ര അനുകൂല സമയമല്ല. രോഗാരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട്. മനോദുഃഖം ഉണ്ടാവാനും ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട്. ധനനഷ്ടം ഉണ്ടായി എന്ന് വരാം. യാത്രാ ദുരിതം ഉണ്ടാവാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സൗഖ്യക്കുറവ് വന്നു ചേരാം. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട്. വാഹനാപകടത്തിന് സാധ്യതയുള്ളതിനാൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ജൂൺ മാസത്തിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന വിഷമങ്ങളൊക്കെ മാറി പുതിയ ഒരു ജീവിതം നയിക്കാൻ പറ്റുന്ന സമയമാണ്. സന്തോഷവും സമാധാനവും കുടുംബ ഐക്യവും ധനപരമായ നേട്ടവും എല്ലാം ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. ഏതെങ്കിലും രീതിയിൽ അസ്വസ്ഥത തൊഴിലിൽ ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതും തൊഴിലിടങ്ങളിൽ അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുന്നതും ആയിരിക്കും. വിഷബാധ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ജൂൺ മാസത്തിനു ശേഷം രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ത്വക്ക് രോഗം പോലെയുള്ള നിസ്സാരമായ രോഗങ്ങളും ഈ സമയത്ത് ഉണ്ടായേക്കാം. വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുമ്പോഴും കണ്ടകശനി നടക്കുന്ന കാലത്തും പൊതുവെ ഗുണകരമായ ഒരു സമയമല്ല. എന്നാൽ വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ ആയതുകൊണ്ടും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയിലേക്ക് പതിയുന്നതുകൊണ്ടും ഈ ദോഷഫലങ്ങൾ ഒന്നും അധികം ഇവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയില്ല. എന്നിരുന്നാലും കാലം അത്ര അനുകൂലമല്ല എന്ന ഒരു ചിന്തയോടെ എല്ലാ കാര്യങ്ങളും വളരെ അധികം ശ്രദ്ധിക്കുകയും പണമിടപാടുകളിലും മറ്റും ഒരു സുതാര്യത ഉണ്ടാവുകയും രേഖകൾ ഒക്കെ സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്യേണ്ടത് ആവശ്യം. പറ്റിക്കുവാനും വഞ്ചിക്കപ്പെടുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. പണം കടം കൊടുക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. വ്യക്തമായ രേഖയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എത്ര ബന്ധമുള്ളവർക്ക് പോലും പണം കടം കൊടുക്കുവാൻ ഈ സമയത്ത് പാടുള്ളൂ. അന്യദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അന്യദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്ന സമയം കൂടിയാണ്. പല കാര്യങ്ങൾക്കും ഒരു അലസതയും മടിയും ഒക്കെ ഈ സമയത്ത് കണ്ടു എന്ന് വരാം. അവയൊക്കെ മാറ്റിവെച്ച് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുണ്യക്ഷേത്ര ദർശനം നടത്തുകയും ദോഷപരിഹാരങ്ങൾക്കായി വഴിപാടുകൾ നടത്തിയാൽ ഇവർക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനുമായിരിക്കും. പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശാസ്താക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം, എള്ളുതിരി എന്നിവ കത്തിക്കുക. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാൽപ്പായസം, തുളസിമാല അർച്ചന എന്നിവ ചെയ്യുക. ഗണപതി ഭഗവാന് വഴിപാടുകൾ ചെയ്യുക. ഹനുമാൻ ചാലീസ നിത്യവും ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നിവയൊക്കെ ചെയ്താൽ ഇവർക്ക് ഗുണഫലങ്ങൾ ഈ വർഷം കൂടുതൽ ലഭിക്കുന്നതായിരിക്കും.